വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം. അതിനു വേണ്ടി കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചെമ്മീനാണ് വേണ്ടത്. വാങ്ങുമ്പോൾ 1 കിലോ ഉണ്ടാകും, പക്ഷെ ക്ലീൻ ആക്കി വരുമ്പോൾ 1 കിലോയിൽ നിന്ന് കുറച്ച് കുറയും. ഇടത്തരം ചെമ്മീനാണ് നല്ലത്, ചെറുതിനാണ് ടേസ്റ്റും കൂടുതൽ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് പുരട്ടി വയ്ക്കുക. അതിനുശേഷം ചൂടായ പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചെമ്മീൻ നിരത്തിയിടുക. ഈ പാൻ ഒറിജിനൽ കാസ്റ്റ് അയൺ ആണ്, ഓൺലൈനിൽ വാങ്ങിയതാണ്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അടിയിൽ പിടിക്കില്ല, പക്ഷേ ആരോഗ്യത്തിന് ഹാനികരമാണ്. കാസ്റ്റ് അയൺ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇത് കഴുകി ഉണക്കി അകവും പുറവും എണ്ണ തേച്ച് വേണം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തുരുമ്പിൻ്റെ ചൊവ വരും. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം. ചെമ്മീൻ ചെറുതായി മുരിഞ്ഞു തുടങ്ങുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 തണ്ട് കറിവേപ്പില, 6 പച്ചമുളക് എന്നിവ ഇടാം. ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കുക. ഈ പാൻ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിയിൽ പിടിക്കും, പക്ഷെ യൂസ്ഡായി വരുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ ആവും. ഒരു ടീസ്പൂൺ ഉപ്പിടുക. നേരത്തെ നമ്മൾ ചേർത്തിരുന്നു, അത് പോരാത്തത് കൊണ്ടാണ് വീണ്ടും ഇടുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ചെമ്മീൻ മൊരിഞ്ഞു വരണം. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് ഹാൻഡിലും ചൂടാകും, അതുകൊണ്ട് എന്തെങ്കിലും തുണി കൊണ്ട് പിടിക്കുന്നത് നല്ലതാണ്. നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം പൊടികൾ ഇട്ട് തുടങ്ങാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ മൊരിഞ്ഞു വരണം. അപ്പോൾ ചെമ്മീൻ്റെ അളവ് കുറച്ചുകൂടെ കുറയും. മൊരിഞ്ഞാലേ കുറച്ച് നാളുകൾ കൂടി കേടുവരാതെ ഇരിക്കുള്ളൂ. പക്ഷെ അധികം നാൾ ഇരിക്കില്ല, അതിനു മുമ്പ് തന്നെ തീരും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ കഴിക്കാനും ഇത് മാത്രം മതി. പുറത്തു പോകുന്നവർക്കൊക്കെ കൊടുത്തുവിടാൻ ഇത് നല്ലതാണ്. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമൊഴിക്കുക. ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളമൊഴിക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ഡ്രൈ ആവും. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക. ഉപ്പും പുളിയും നോക്കിയതിനു ശേഷം ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒന്നുകൂടി നന്നായി ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് അച്ചാർ വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പാനിലിരുന്നാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. അങ്ങനെ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി.
ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഹയാസ് വേൾഡിൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല റെസിപ്പീസ് പരിചയപ്പെടാൻ അതും കൂടി മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്